നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാമിൻ യമാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പലവട്ടം അദ്ദേഹത്തെക്കുറിച്ച് റീലും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് യൂറോ കപ്പിന് മുമ്പ് തന്നെ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഇറങ്ങേറിയപ്പോഴും സ്പെയിനു വേണ്ടി ഇറങ്ങേറിയപ്പോഴും സ്പെയിനു വേണ്ടി യൂറോ കപ്പിലല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയിട്ട് നേരത്തെ തന്നെ കളിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ റെക്കോർഡുകൾ അദ്ദേഹം കുറിച്ചിട്ടുമുണ്ട്. പലവട്ടം പല റെക്കോർഡുകൾ ഈ 16 വയസ്സിനിടയ്ക്ക് അവൻ സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇതേ ഫോമിൽ അവൻ തുടരുകയാണെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് അവന് മാറാൻ പറ്റും. പക്ഷെ അതിന് ഇനിയും വർഷങ്ങളോളം പരിക്കും ഫോം നഷ്ടവും ഒന്നുമില്ലാതെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇപ്പോൾ യമാലിനെ കുറിച്ച് പറയുമ്പോൾ യമാൽ പലവട്ടം തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നെ ഏറെ ആകർഷിച്ച കളിക്കാരൻ അത് നെയ്മർ ജൂനിയറാണ്. അദ്ദേഹത്തിൻ്റെ കളിരീതികൾ ഞാൻ യൂട്യൂബിലും മറ്റുമൊക്കെ ആയിട്ട് വീഡിയോകൾ കാണാറുണ്ട്. നെയ്മറാണ് എൻ്റെ ഐഡോൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വല്ലാതെ കാണുന്നൊരു കാര്യമുണ്ടല്ലോ, മെസ്സി എടുത്തതും കുളിപ്പിച്ചതും തലോടിയതും താരാട്ട് പാടിയതുമൊക്കെ വലിയ രൂപത്തിൽ ആഘോഷിക്കുമ്പോൾ ഇവിടെയുള്ള പലരും മനഃപൂർവമോ അല്ലാതെയോ വിസ്മരിച്ചതോ അല്ലെങ്കിൽ കാണാതെ പോയതോ ആയിട്ടുള്ളൊരു കാര്യമാണ് യമാൽ നെയ്മറാണ് എൻ്റെ ഐഡോൾ എന്ന് പറയുന്നത്. അതൊരു വട്ടമല്ല, പലവട്ടം പല ഇൻ്റർവ്യൂകളിൽ പല വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഈ സ്പാനിഷ് ദേശീയ ടീമിൻ്റെ ക്യാമ്പിൽ വെച്ച് തന്നെ അദ്ദേഹം എൽ ചിരിങ്കിറ്റോ ടിവിയോട് അത് പറയുകയുണ്ടായി. പിന്നെ മുണ്ടോ ഡിപ്പോർട്ടിവോ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതല്ലേ, സാൻഡോസിൽ നെയ്മർ സെലിബ്രേറ്റ് ചെയ്ത അതേ രീതിയിൽ നിക്കോ വില്യംസും യമാലും ചേർന്നുകൊണ്ട് ഡാൻസ് ചെയ്തതും ഒക്കെ. സോ നെയ്മർ അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ലാമിൻ യമാൽ. തന്നെ കളി കാണാൻ പ്രേരിപ്പിച്ചയാൾ നെയ്മറാണ് എന്ന് പലവട്ടം അവൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവൻ എൽ ചിരിങ്കിറ്റോ ടിവിയോട് പറഞ്ഞ കാര്യങ്ങളും മറ്റുമൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കിയാണ്. സ്പാനിഷ് ടിവിയോട് അദ്ദേഹം പറയുന്നു, ഈ മെസ്സിയുമായിട്ട് എന്നെ പലരും കമ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേ മെസ്സിയുമായിട്ട് നമുക്ക് ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മെസ്സി അങ്ങനെയുള്ള താരമാണ്. ഞാൻ എൻ്റെ ഗെയിം വിത്തൗട്ട് പ്രഷർ കളിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ്. ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലയണൽ മെസ്സി ചരിത്രത്തിൻ്റെ ബെസ്റ്റ് ഇൻ ഹിസ്റ്ററിയാണ്. ബട്ട് ഞാൻ ആരെയാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആരെ പോലെ ആവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നെയ്മറാണ് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എൽ ചിരിങ്കിറ്റോ ടിവിയുടെ സ്പാനിഷ് ടിവിയുടെ എൽ ചിരിങ്കിറ്റോ ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നേരത്തെ മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്തുകൂടി നമ്മൾ എടുക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ബാഴ്സലോണയുടെ മത്സരങ്ങൾ കാണാൻ അതിലേക്ക് എന്നെ ആകർഷിച്ചത് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറാണ്. അത്രയധികം ഫണ്ണാണ്, അത്രയും മനോഹരമായിട്ടാണ് നെയ്മർ കളിക്കാറുള്ളത്. ആ ഒരു കളിരീതി എന്നെ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പലവട്ടം യമാൽ പറയുന്നു. താൻ നെയ്മറുടെ വീഡിയോകൾ കാണാറുണ്ടെന്നും അതുപോലെ കളിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്നുമൊക്കെ. ഏതായാലും നെയ്മറുടെ ആ ഒരു പാത പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് ലാമിൻ യമാൽ. അതേ പ്രതിഭ എന്തായാലും യമാലിനുണ്ട്. നെയ്മർക്ക് പരിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ രൂപത്തിൽ വിലങ്ങുതടിയായി. അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നാൽ യമാൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് മാറും. ഇനി ഒരു കാര്യം കൂടി, യമാൽ ഇങ്ങനെ പറഞ്ഞതിന് തെളിവുണ്ടെന്ന് ചോദിച്ചു വരാൻ കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ഇത് വായുവിൽ നിന്ന് പടച്ചു വിട്ടതല്ല. യമാൽ നെയ്മറെ കുറിച്ച് പറയുന്ന വീഡിയോ എത്ര വേണം നിങ്ങൾക്ക്? നമ്മൾ തമാശയായിട്ടൊരു വീഡിയോ അല്ല, ഇഷ്ടം പോലെ വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോകളുടെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സംശയാലുക്കൾ ഒന്ന് കയറി നോക്കിയാൽ മതി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് വീഡിയോ എത്താം.